ദേ ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്. ദേ ഇതൊട്ടും മുറിയാതെ തന്നെ കിട്ടി. അങ്ങനെ ഇന്നൊരു ദിവസത്തേക്കുള്ള കപ്പ നമ്മൾ ഒപ്പിച്ചെടുത്തു. അപ്പോൾ കപ്പ പറിക്കരുത്, ഇങ്ങനെ മാന്തിയാൽ മതി. നമ്മളെ പാലക്കാർക്ക് ഈ കപ്പ ചക്ക എന്നൊക്കെ വെച്ചാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇന്നേ ഈ കപ്പയുടെ അടിയിൽ കിഴങ്ങ് കൊണ്ടുവന്ന് നോക്കാം, ഇതൊന്ന് മാന്തി നോക്കാം, ഇതിൻ്റെ അടിയിൽ കപ്പ വല്ലതും ഉണ്ടോ എന്നുള്ളത്. കിഴങ്ങ് എത്രത്തോളം വലുതായിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ, കണ്ടിട്ടുള്ള ലക്ഷണമൊന്നുമില്ല കേട്ടോ. ഇവിടെയോ? ഇവിടെയുണ്ട്. യെസ്, നമുക്ക് നല്ലൊരു കിഴങ്ങിനെ കിട്ടി. നമുക്കൊരു ദിവസത്തേക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതിയല്ലോ. അതുകൊണ്ട് ഈ മാന്തലാണ് എളുപ്പം. വെറുതെ ഈ കപ്പ മുഴുവനോടെ പറിച്ച് കളയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ എടുക്കുമ്പോഴേ ഇതാണ് നമ്മുടെ ഒരു കപ്പ. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി, ബാക്കി അതിനെ അവിടെ നിർത്തിയേക്കുകയും ചെയ്യാം. ഇതാണ്ട് ഒരു കിഴങ്ങ്. യെസ്, ഇത്ര ഒരെണ്ണം കിട്ടി. ഞാൻ മുറിച്ചപ്പോൾ ഇവിടെ ഇച്ചിരി വെച്ച് പോയി, അതുകൂടെ അങ്ങ് എടുത്തേക്കാം അല്ലേ. ഇത്രയും പീസുണ്ട്, ഇതും കളയണ്ട. ഇനിയുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇനി സ്ഥാനം മാറി നോക്കാം, ഇങ്ങോട്ട് നോക്കാം. യെസ്, ഇവിടെയുണ്ട്. ദേ ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്, നമുക്കതുകൂടെ ഇങ്ങെടുക്കാം. അപ്പം ഇങ്ങനെ കപ്പ മാന്തി എടുക്കുമ്പോഴേ നമുക്ക് ആവശ്യമുള്ള അത്രയും മാത്രം എടുത്താൽ മതി. അതും എല്ലാ കിഴങ്ങൊന്നും മൂത്തില്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം മൂത്ത് തിങ്ങിയെടുക്കാം. ദേ ഇവിടെ ഒരെണ്ണമുണ്ട്. ഇത് നല്ല വലുതാട്ടോ. അപ്പോൾ ഈ 2 കിഴങ്ങ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തേക്കുള്ളതായി. ഞങ്ങൾ പാലാ വീട്ടിൽ ഇങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആവശ്യമുള്ള കപ്പ മാത്രം അന്നന്ന് പോയി ഇങ്ങനെ മാന്തിയെടുക്കും. അംഗസംഖ്യയൊക്കെ കുറവുള്ള വീടുകളിൽ ഒത്തിരി കപ്പയുടെ ആവശ്യമില്ല. അപ്പം നമ്മൾ ഇങ്ങനെ എടുത്താൽ മതി. ഇതൊട്ടും മുറിയാതെ തന്നെ കിട്ടി. ഇനി ഇവിടെയുണ്ട്, ഇതിനെ കൂടെ എടുക്കാം. മിക്കവാറും ഇതും കൂടെ മതിയാകും നമ്മുടെ ഇന്നത്തെ ദിവസത്തേക്ക്. യെസ്, ഇത് ഒടിഞ്ഞില്ല. അപ്പം നമുക്ക് ഇന്നൊരു ദിവസത്തേക്കുള്ള കപ്പ ഏകദേശമായിട്ടുണ്ട് കേട്ടോ. ഇതേ ഇവിടെയൊക്കെ ഉണ്ട്, പക്ഷേ ഇതൊന്നും ഞാൻ എടുക്കുന്നില്ല. ഇത് നമുക്ക് തിരിച്ചു മൂടിയേക്കാം. കാരണം ഒരെണ്ണത്തിൽ നിന്ന് തന്നെ ഒത്തിരി എടുത്തു കഴിഞ്ഞാലേ അവനങ്ങ് വീക്കായിപ്പോവും.
ബാക്കിയുള്ളതെല്ലാം നിന്ന് മൂക്കട്ടെ, കിഴങ്ങൊക്കെ വലുതാകട്ടെ. സോ നമുക്ക് ഇന്നത്തേക്കുള്ള കപ്പ ഇത്രയും കിട്ടി. ഒരു കൊച്ചു പീസ് കൂടെ നമുക്ക് വേണം. അതുകൊണ്ടേ ഇതുകൂടെ ഒന്ന് മാന്തി നോക്കാം. എവിടെയെങ്കിലും ആരെങ്കിലും തടയുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഒന്നും ഇല്ല. അപ്പം ഇങ്ങോട്ട് മാറി നോക്കാം. ഇവിടെ ഇല്ല. അപ്പം പിന്നെ ഇവിടെ നോക്കാം. അവിടെ ഇല്ല. മേ ബി ഇതിൻ്റെയൊക്കെ നേരെ താഴേക്കുള്ളതായിരിക്കും. ഇവിടെയില്ല. അപ്പോൾ ഇതിനെ മൂടിയേക്കാം. ഒന്നും കിട്ടിയില്ല. ഇനി അടുത്ത കപ്പയുടെ ചോട്ടിപ്പോയി നോക്കാം. അടുത്തതേ ഇവിടെ ഒന്ന് മാന്തി നോക്കാം. ഒരിടത്തുനിന്നും കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടേണ്ട വരും. ഇവിടെ എല്ലാം വേര് ആയതേ ഉള്ളൂ. ഒരു ഹോപ്പും ഇല്ല കേട്ടോ. അപ്പം നമുക്ക് ഈ വേരൊക്കെ വളർന്നു വരട്ടെ. നമുക്ക് തിരിച്ചു മൂടിയേക്കാം. ഇതാണ് ഇങ്ങനെ മാന്തിയാലുള്ള ഉപയോഗം. നമ്മളിതിനെ പറിച്ച് കളയുന്നില്ല. ഇതെല്ലാം നിന്നിനി മൂത്തോട്ടെ. സോ ഇന്ന് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാം. എന്നെ പോലെ ഇങ്ങനെ കുറച്ച് 4-5 ചുവട് കപ്പയുള്ളവരൊക്കെ കപ്പ പറിച്ചെടുക്കണ്ട, ഇങ്ങനെ മാന്തി എടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കിട്ടുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഇത് വളർന്നിട്ടില്ലെങ്കിൽ ആ മണ്ണങ്ങ് തിരിച്ച് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ വലുതാകുകയും ചെയ്യും. കപ്പ കിഴങ്ങ് വലുതായിട്ടെടുക്കാൻ പറ്റും. സോ അപ്പോൾ ഇന്ന് നമുക്ക് കപ്പ വേവിച്ചതാണ്. കിട്ടിയത് ഇത്രയും കപ്പയാണ്. പക്ഷെ മാന്തിയ കൊണ്ട് ഒരു കാര്യം ക്ലിയറായി, അത് ആയി വന്നിട്ടില്ല. പിന്നെ നമ്മൾ ചെടി മൂടോടെ പറിച്ച് കളഞ്ഞിട്ടുമില്ല. ഇങ്ങനെ നമ്മുടെ ആവശ്യത്തിനുള്ള കപ്പ മാന്തി എടുത്താൽ മതി. ബാക്കിയുള്ളത് അവിടെ നിന്ന് വലുതായിക്കോളുകയും ചെയ്യും. നമ്മുടെ ആവശ്യത്തിനുള്ള കപ്പ കിട്ടുകയും ചെയ്യും. സോ എനിക്ക് ഇവിടെ ഉള്ള സ്ഥലത്ത് ഞാൻ കപ്പ വരെ നട്ടിട്ടുണ്ട്. നമുക്കിവിടെ ഇല്ലാത്തതായി ഒന്നുമില്ല. എല്ലാ സാധനങ്ങളും എൻ്റെ ഈ കൊച്ചു പറമ്പിലുണ്ട്. അങ്ങനെ ഇന്നൊരു ദിവസത്തേക്കുള്ള കപ്പ നമ്മൾ ഒപ്പിച്ചെടുത്തു. അപ്പോൾ കപ്പ പറിക്കരുത്, ഇങ്ങനെ മാന്തിയാൽ മതി. നമ്മുടെ ഈ കൊച്ചു സ്ഥലത്ത്, നമുക്കിവിടെ വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. ഈ സ്ഥലത്ത് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഞാനിവിടെ നട്ടിട്ടുണ്ട്. അപ്പം കപ്പ, ചൊട്ട്, ചക്ക, തേങ്ങ എന്താ വേണ്ടത് അതെല്ലാം ഉണ്ട്. സകല ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ട് കേട്ടോ.